മലപ്പുറം കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഏതാനും ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു കവിഞ്ഞ പേര്. മാലിന്യ കൂമ്പാരത്തിന് പിടിച്ച ചെറിയ തീയും പുകയുമായി നമുക്കതിനെ ചെറുതാക്കാനാകില്ല. പുക ശ്വസിച്ചത് 10,000 പേരാണ്. 1335 പേരാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ വൈദ്യസഹായം തേടിയത്. 128 പേർ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളും 262 പേർ 60 വയസ്സിന് മുകളിലുള്ളവരുമാണ്. 21 പേർക്കാണ് കിടത്തി ചികിത്സ ആവശ്യമായി വന്നത്. ഇതൊരു ദുരന്തം മാത്രമായിരുന്നില്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലുതും ദൈർഘ്യമേറിയതുമായ അഗ്നിശമന സേനാ ദൗത്യവുമായിരുന്നു ബ്രഹ്മപുരത്തേത്. മാർച്ച് 2 വൈകിട്ട് 4 ബ്രഹ്മപുരത്ത് മാലിന്യമലയ്ക്ക് തീപിടിച്ചെന്ന ഫോൺ സന്ദേശം തൃക്കാക്കര ഫയർ സ്റ്റേഷനിൽ ലഭിക്കുന്നത്. ബ്രഹ്മപുരത്ത് തീപിടുത്തം ഒരു പുതിയ സംഭവമല്ലാത്തതിനാൽ തൃക്കാക്കര ഫയർ ഓഫീസർ KN സതീശന്റെ നേതൃത്വത്തിൽ ഏതാനും ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്ഥലത്തെത്തിയത്. എന്നാൽ ബ്രഹ്മപുരത്തെത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ KN സതീശന് അപകടം മണത്തു. 100ഓളം ഏക്കർ വിസ്തൃതിയിലുള്ളതും 30-32 അടി ഉയരവുമുള്ളതുമായ മാലിന്യമലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല ഇത്തവണ തീപിടുത്തം. 4 പാടുനിന്നും തീ ആളിപ്പടർന്ന് കത്തുകയാണ്. സമീപം കടമ്പ്രയാറിന് മീതെ നിന്ന് വീശിയെത്തുന്ന കാറ്റ് പകരുന്ന ആവേശവുമായി തീയുടെ ചൂട് സുനാമി തിരകണക്കെ ആഞ്ഞടിക്കുന്നു. റീജിയണൽ ഫയർ ഓഫീസർ സുജിത് കുമാർ, ജില്ലാ ഫയർ ഓഫീസർ K ഹരികുമാർ എന്നിവരെ അദ്ദേഹം കാര്യം ധരിപ്പിച്ചു. ഇരുവരും ഉടൻ സ്ഥലത്തെത്തി. അപ്പോഴേക്കും യുദ്ധമുഖത്തെ ധീരനായകനായി KN സതീശൻ ദൗത്യം ആരംഭിച്ചിരുന്നു. മിഷൻ സേവ് ബ്രത്ത് എന്ന പേരിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പോരാട്ടം ആരംഭിച്ചു. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലെന്ന പോരായ്മ തുടക്കത്തിലെ നിഴലിച്ചെങ്കിലും, ശുദ്ധവായു കിട്ടാനാവാത്ത അവസ്ഥയുണ്ടായിരുന്നെങ്കിലും, റോഡില്ല, വഴിയില്ല, ഹിറ്റാച്ചുകളില്ല, കുടിക്കാൻ വെള്ളമില്ല. എന്നിട്ടും സംസ്ഥാനത്തെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരും ഫയർ ടെൻഡറുകളും ഓടിയെത്തി. 500ഓളം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും അതിലേറെ വോളണ്ടിയർമാരും ദൗത്യത്തിന്റെ ഭാഗമായി. നിരവധി ഹിറ്റാച്ചികളും പങ്കുചേർന്നു. ദൗത്യത്തിനിടെ പലർക്കും ശ്വാസമുട്ടൽ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ചിലർ മരണത്തെ മുഖാമുഖം കണ്ട് ചെളിക്കൂമ്പാരത്തിൽ താഴ്ന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അവരുടെ ഭക്ഷണവും വിശ്രമവും എല്ലാം മാലിന്യ കൂമ്പാരത്തിൽ ചവിട്ടി നിന്ന് തന്നെയായിരുന്നു. എങ്കിലും അവസാനത്തെ തീക്കണലും അണച്ച ശേഷമേ മടങ്ങൂ എന്ന പ്രതിജ്ഞാബദ്ധരായിരുന്നു സേനാംഗങ്ങൾ. ദൗത്യം അവർ മികവോടെ പൂർത്തിയാക്കിയതോടെ അഭിനന്ദന വർഷം നിറഞ്ഞു പെയ്തു. അഗ്നിശമന സേനയ്ക്കൊപ്പം സിവിൽ ഡിഫൻസുകാരും കൈകോർത്തു. 2-ാം തീയതി ആരംഭിച്ച പുകയണക്കൽ ശ്രമം 13-14 തീയതികളിലാണ് അവസാനിച്ചത്. യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ രാപ്പകലില്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവർ പോരാടി. അവർ യുദ്ധം തന്നെയാണ് ചെയ്തത്, ഒരു നിശബ്ദ യുദ്ധം. ഉയർന്നു പൊങ്ങുന്ന വമിക്കുന്ന ദുർഗന്ധമൊന്നും അവർ ശ്രദ്ധിച്ചില്ല. കൊച്ചിക്കാർ ശ്വസിക്കുന്ന വായു വിഷമയമാണെന്നും അത് ഇല്ലാതാക്കാൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നതുമായിരുന്നു അവരുടെ മനസ്സിൽ. അതിന് അവർ തങ്ങളെ തന്നെ മറന്നു പോരാടി. 12 ദിനരാത്രങ്ങൾ. എന്തു വന്നാലും പിന്നോട്ടു മാറാൻ തങ്ങൾ ഒരുക്കമായിരുന്നില്ല എന്ന് എറണാകുളം റീജിയണൽ ഓഫീസർ സുജിത് കുമാർ പറയുന്നു. തീ അണയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ മരിച്ചു വീഴുക എന്നതായിരുന്നു പ്രതിജ്ഞ. ആ പ്രതിജ്ഞയ്ക്കൊപ്പം അവർ നാളുകളോളം പൊരുതി. അവസാനം കൊച്ചി ശ്വസിച്ചു തുടങ്ങി, മെല്ലെ മെല്ലെ സാധാരണ ജീവിതത്തിലേക്ക്. കേരള ഫയർ സർവീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തനവും ഒരു അഗ്നിശമന പ്രവർത്തനവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. തീ അണയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോം, കോമ്പൗണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണ തീ അണയ്ക്കാൻ ഉപയോഗിക്കും. ഇവിടെ തീ അണയ്ക്കാൻ നമുക്ക് അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. കാര്യം തൊട്ടടുത്ത് തന്നെ ഒരു പുഴ ഒഴുകുന്നതുകൊണ്ട് പുഴയിലൂടെ ഈ വസ്തുവകൾ, ഈ കെമിക്കൽസൊക്കെ ഒഴുകി കുടിവെള്ള സ്രോതസ്സിൽ പോയി കഴിഞ്ഞാൽ അത് ഭാവി നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ഇക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വലിയ അളവിൽ തന്നെ മാലിന്യം ഡംപ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഡംപ് ചെയ്തിരിക്കുന്ന കൂനുകളുടെ അടുത്ത് എത്തിപ്പെടാൻ വേറെ മാർഗ്ഗങ്ങളില്ല, വണ്ടി എത്തില്ല. അപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഹോസ് ലേ ഔട്ട് ചെയ്ത് മാനുവലായി എല്ലാം ചെയ്ത് ഡീസൽ, പെട്രോള്, ഭക്ഷണം എല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തലച്ചുമടാൻ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു അതിഭയങ്കരമായ ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ അഗ്നിരക്ഷാസേന എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഇപ്പോഴും പൊതുജനങ്ങൾക്കിടയിലുള്ള അവബോധം വളരെ പരിമിതമാണ്.
ഒരു സ്റ്റേഷൻ ഓഫീസറായിട്ട് സെലക്ഷൻ ആകുന്ന ഒരാൾ ഒരു വർഷക്കാലത്തെ കഠിനമായ പരിശീലനങ്ങളിൽ കൂടെ കടന്നു പോകണം. അത് ആ ഒരു പരിശീലനം ചിട്ടയായ ക്രമത്തിലുള്ളൊരു പരിശീലനത്തിലൂടെ നമുക്ക് നല്ല ആത്മവിശ്വാസം, സമാന സാഹചര്യങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ളതിനെക്കുറിച്ച് അനുഭവസമ്പത്തുള്ള ആളുകളുടെ ക്ലാസ്സുകൾ, പിന്നെ അതിൻ്റെ ഒരു മോക്കായിട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രായോഗിക പരിശീലനം, ഇതെല്ലാം കൂടെ ചേർന്ന് പിന്നീട് നമ്മുടെ സർവീസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സുപ്പീരിയർ ഓഫീസർമാരുടെ കൂടെ നടന്നുള്ള അനുഭവ പരിചയം, പിന്നെ സർവോപരി നമ്മുടെ ഒരു മനസാന്നിധ്യം, ഇത് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നങ്ങോട്ട് തീരുമാനിച്ചാൽ സാധിച്ചിരിക്കും. ദിവസങ്ങളോളം മാലിന്യ കൂമ്പാരത്തിൽ പുക ശ്വസിച്ചു നിന്ന് പോരാളികളും ജീവിതത്തിലേക്ക്, ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ തിരികെ എത്തട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ. നിങ്ങളാണ് ഞങ്ങളെ ശ്വസിക്കാൻ സഹായിച്ചത്. ജീവിതങ്ങൾ തിരികെ എത്തുമ്പോൾ അവരെ ഓർക്കാതെ ഇരിക്കുന്നതെങ്ങനെ? ബ്രഹ്മപുരത്തെ തീയണക്കൽ ദൗത്യത്തിലേർപ്പെട്ട ഹീറോകൾക്ക് കൊച്ചി ഒരുക്കിയ സ്നേഹാദര ചടങ്ങ് വികാര നിർഭര രംഗങ്ങൾക്ക് വേദിയായി. BKRG എന്ന ബെറ്റർ കൊച്ചി റെസ്പോൺസ് ഗ്രൂപ്പും റീജിയണൽ സ്പോർട്സ് സെന്ററും ചേർന്ന് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ വീട്ടിൽ കഥകടച്ചിരുന്ന് കൊച്ചി ഒരു ഗ്യാസ് ചേംബറാണെന്ന് പരിതപിച്ചപ്പോൾ നിങ്ങളാണ് ബ്രഹ്മപുരത്ത് യഥാർത്ഥ യുദ്ധമുഖത്തിലായിരുന്നവർ. ഈ മാലിന്യ കൂമ്പാരത്തിന് ഞാൻ ഉൾപ്പെടെ ഉത്തരവാദിയാണ്. വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചത്. ഇനിയുള്ള ജീവിതത്തിലുടനീളം ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും. എത്രയോ പ്രസംഗിച്ചിരിക്കുന്നു ഈ ജോലിയിൽ വന്ന പിന്നെ, പക്ഷേ ഇന്ന് എനിക്ക് കിട്ടുന്ന ഒരു പ്രൈഡ് എന്ന് പറയില്ലേ, ഒരു ഭയങ്കരമായ ഒരു സന്തോഷവും ഒരു പ്രൈഡും എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുമില്ല, എനിക്ക് കിട്ടാനും സാധിക്കില്ല എന്ന് തോന്നുന്നു. വി ആർ വെരി 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 പ്രൗഡ് ഓഫ് യു. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഈ ജനറേഷൻ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. One who does things, who does the work, and the other who take the credit. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആദ്യത്തേതിൽ പെടുന്ന ആൾക്കാരാണ്. നിങ്ങൾ യാതൊരു ക്രെഡിറ്റും വിചാരിച്ചിട്ടല്ല. 100ഉം 150ഉം പേരുള്ള ബാച്ചസ് ആണ് ഈ ഫയറിനെ ഫൈറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അതിൽ കൂടുതൽ നിന്നിട്ടായിരിക്കും. ചില ഫോട്ടോഗ്രാഫ്സിൽ നിങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആ സൈറ്റിൽ ഇരുന്നു കൊണ്ടും, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ മാറി നിന്ന് ഭയങ്കര പുക, ഭയങ്കര സ്മെല്ല് എന്ന് പറയുന്നതിൻ്റെ നടുവിലിരുന്നിട്ടാണ് നിങ്ങൾ വെള്ളം കുടിച്ചതും ഭക്ഷണം കഴിച്ചതും. കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് എവർ ലിറ്റിൽ കിട്ടുന്ന സമയത്ത് അവിടെ ഭക്ഷണം കഴിച്ചതൊക്കെ നിങ്ങൾ ആ സൈറ്റിൽ ഇരുന്നുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് മിസ്റ്റർ ഗോപകുമാർ ആസ്മി, ഇൻഫാക്ട് മിസ്റ്റർ ഗോപകുമാർ എന്നെ വിളിച്ചത് മറ്റൊരു ഫംഗ്ഷനെ പറ്റിയോ അത് മറ്റൊരു ആശയത്തിനെ പറ്റി പറയാനായിരുന്നു. ഇൻഫാക്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ കാഷ്വൽ സജഷൻ. എനിക്കതിൽ ക്രെഡിറ്റ് ഒന്നുമില്ല. ഐ സിംപ്ലി സെഡ്, നിങ്ങൾ എന്തുകൊണ്ട് ഫയർമെനെ നമ്മൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെയും എന്തുകൊണ്ട് അവരെ ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഹി സെഡ് വി വിൽ ഓർഗനൈസ്. ആൻഡ് ഈ പ്രോഗ്രാം നടക്കുമോ ഇല്ലയോ ഞങ്ങൾക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല. കാരണം ഫയർ വാസ് റേജിങ്. നിങ്ങളെല്ലാവരും നിങ്ങൾ ആ ഇവന്റ് ആ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നലെയോ മിനിയാന്നോ ഫയർ കഴിഞ്ഞു എന്നാണ് കളക്ടർ പറയുന്നത്. യു ആർ ഓൾ ഹിയർ. നിങ്ങൾ പല ആൾക്കാർക്കും വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യു ആർ അറ്റ് ദ വാർ ഫ്രണ്ട് ഫൈറ്റിംഗ് എ വാർ ഓഫ് വിച്ച് യു ന്യൂ നത്തിങ്. നിങ്ങൾക്ക് അറിയാത്തൊരു വാറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മേത്ത് കെട്ടിവെച്ചൊരു വാറാണ്. അതിന് ഞങ്ങളിലുള്ള ഓരോരുത്തരും റെസ്പോൺസിബിൾ ആണ്. ചടങ്ങിൽ ചിൽഡ്രൻ ഓഫ് കൊച്ചി കൂട്ടായ്മയിലെ കുട്ടികൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ, ഹോം ഗാർഡുകൾ, വോളണ്ടിയർമാർ എന്നിവർക്ക് സ്നേഹ സമ്മാനമായി ചുവന്ന റോസാ പുഷ്പങ്ങൾ നൽകി. നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ ഹീറോകൾ. മാലിന്യ നിർമ്മാർജ്ജനം ഉത്തരവാദിത്തത്തോടെ നിറവേറ്റി പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കും, കുട്ടികൾ പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന കഠിനവും മികച്ചതുമായ പരിശീലനമാണ് ഏത് ദുരന്തത്തെയും സുധൈര്യം നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതെന്നും ആത്മവിശ്വാസം നൽകുന്നതെന്നുമാണ് വിശിഷ്ടാതിഥിയായ ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ ഡോക്ടർ ബി സന്ധ്യ പറഞ്ഞത്. ചടങ്ങിൽ സംസാരിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും ഹോം ഗാർഡുമാരും എല്ലാം നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു. ബ്രഹ്മപുരം ദൗത്യം മികവോടെ സമയബന്ധിതമായി പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ചിരിയായിരുന്നു ഓരോരുത്തർക്കും. ചടങ്ങിൽ ജില്ലാ കളക്ടർ NSK ഉമേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ K സേതുരാമൻ,
എട്രാക് പ്രസിഡന്റ് രംഗദാസ പ്രഭു, BKRG പ്രസിഡന്റ് ആർക്കിടെക്ട് S. ഗോപകുമാർ, RSC സെക്രട്ടറിയും BKRG വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് SAS നവാസ്, BKRG സെക്രട്ടറി ഷേർലി ചാക്കോ എന്നിവരും സംസാരിച്ചു.